ബി.ജെ.പി. ബാന്ധവ വിവാദത്തിൽ എൽ.ഡി.എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ.പി. ജയരാജനെ നീക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കടുത്ത വിമർശനമുണ്ടായതിന് പിന്നാലെയായിരുന്നു ഈയൊരു നടപടി എന്ന് പറയുന്നത്. ടി.പി. രാമകൃഷ്ണനാണ് പുതിയ കൺവീനർ എന്ന് പറയുന്നത്. നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ ഇ.പി. ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങിയിരുന്നു. പ്രകാശ് ജാവേഡ്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ നടപടിയെടുത്താൽ അത് കോൺഗ്രസിന് തിരിച്ചടിക്കുള്ള ആയുധമാകുമെന്നായിരുന്നു CPM-ന്റെ ആദ്യ നിലപാട്. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയത്തിൽ നടപടി വൈകുന്നതിലൂടെ CPI-യുടെ അതൃപ്തിയുയർത്തി M.V. ഗോവിന്ദനാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. പിന്നാലെ ഇ.പി. ജയരാജൻ രാജി സന്നദ്ധ അറിയിച്ചു. എന്നാൽ നടപടി നേരത്തെ വേണമെന്ന് VN വാസവന്റെ അഭിപ്രായം ഇ.പി. ജയരാജനെ ക്ഷുഭിതനാക്കി. പിന്നാലെ ചിന്ത ഫ്ളാറ്റിലെ മുറി ഒഴിഞ്ഞു. ഇന്ന് രാവിലെ എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഇ.പി. രാജൻ കണ്ണൂരിലേക്ക് മടങ്ങിയിരുന്നത്. പാർട്ടിക്കുള്ളിൽ ഉയർന്ന വിമർശനങ്ങൾക്കൊടുവിലാണ് ഇ.പി. ജയരാജന് സ്ഥാനം തെറിച്ചിരിക്കുന്നത്. CITU സംസ്ഥാന പ്രസിഡന്റ് ടി.പി. രാമകൃഷ്ണന് പകരം ചുമതല നൽകിയിട്ടുണ്ട്. പ്രകാശ് ജാവേഡ്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നില്ല എന്നും അതിനാലാണ് പാർട്ടി അറിയിക്കാതിരുന്നത് എന്നുമായിരുന്നു വിഷയത്തിൽ ഇ.പി.യുടെ വിശദീകരണം എന്ന് പറയുന്നത്. കണ്ണൂരിലെത്തിയ ജയരാജൻ ഒറ്റ വാക്കിൽ മാധ്യമങ്ങളോട് മറുപടി ഒതുക്കി. സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം വൈകിട്ട് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ട് തീരുമാനം അറിയിക്കുമെന്നും പറയുന്നുണ്ട്. നാളെ മുതൽ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുകയാണ്. അതിനു മുമ്പേ നടപടിയെടുത്ത് താഴെത്തട്ടിലുള്ള വിമർശനം ഒഴിവാക്കുക കൂടി CPM ലക്ഷ്യമിടുന്നുണ്ട്. അതേസമയം പാർട്ടി പറഞ്ഞാൽ ഏത് സ്ഥാനവും ഏറ്റെടുക്കുമെന്നാണ് ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. ഔദ്യോഗികമായി ഒന്നും അറിയിച്ചിട്ടില്ല, ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടി ബ്രാഞ്ച് സമ്മേളനത്തിലേക്ക് കടക്കുന്നതിന്റെ തൊട്ടു തലേന്നാണ് ഇ.പി.ക്ക് സ്ഥാനം നഷ്ടമാകുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞാൽ പാർട്ടി രീതി അനുസരിച്ച് സംസ്ഥാന സമ്മേളനം കഴിയുന്നതുവരെ നടപടി ഉണ്ടാകാറില്ല. പി ശശിക്കെതിരായ നടപടിയും ഇന്നത്തെ സംസ്ഥാന സമിതിയിൽ തീരുമാനമായേക്കുമെന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വോട്ടിംഗ് നടന്ന ഏപ്രിൽ 26-ന് രാവിലെയാണ് CPM-നെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഇ.പി. ജയരാജന്റെ പ്രതികരണമുണ്ടായത്. കേരളത്തിന്റെ ചുമതല BJP ദേശീയ നേതാവ് പ്രകാശ് ജാവേദ്കറിനെ താൻ കണ്ടു എന്നാണ് ജയരാജൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി പറഞ്ഞത്. അക്കുളത്തെ മകന്റെ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ചയെന്നും ഇ.പി. പറഞ്ഞിരുന്നു. ഇതിനെതിരെ വലിയ വിമർശനമാണ് CPM-ൽ അന്ന് ഉയർന്നിരുന്നത്. ഇ.പി. ജയരാജന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ രൂക്ഷമായ ഭാഷയിൽ പരസ്യ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തെത്തിയിരുന്നു. ജയരാജന് ജാഗ്രത കുറവുണ്ടോ എന്നും പാപിയുടെ കയ്യിൽ ശിവൻ കൂടിയാൽ ശിവനും പാപിയായി എന്നുമാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിരുന്നത്. BJP പ്രഭാരി പ്രകാശ് ജാവേദ്കർ ദല്ലാർ നന്ദകുമാറിനൊപ്പം തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ തന്നെ സന്ദർശിച്ചതായാണ് ഇ.പി.ക്ക് വിനയായിരുന്നത്. ലോക്സഭാ വോട്ടെടുപ്പ് ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ.പി.ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇ.പി. ജയരാജന്റെ പ്രാകൃതം എല്ലാവർക്കും അറിയാലോ, എല്ലാവരുമായി കൂട്ടുകൂടും. നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, പാപിയുമായി ശിവൻ കൂട്ടുകൂടിയാൽ ശിവനും പാപിയായി മാറും. കൂട്ടുകെട്ടുകളിൽ ജാഗ്രത പുലർത്തണമെന്നും ഉറക്കം തെളിഞ്ഞാൽ ആരെ പറ്റിക്കാമെന്ന് ആലോചിക്കുന്ന ചിലരുണ്ട്. അത്തരം ആളുകളുമായി ഉള്ള ലോഹ്യം അല്ലെങ്കിൽ കൂട്ടുകെട്ട്, സൗഹൃദം എന്നിവ സാധാരണഗതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. സഖാവ് ഇ.പി. ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്താറില്ല എന്ന് നേരത്തെയുള്ള അനുഭവമാണ്. ഇത്തരം ആളുകളുമായി കൂട്ടുകെട്ടുകളിൽ ഇ.പി. ജയരാജൻ ശ്രദ്ധിക്കണമെന്നായിരുന്നു അന്നത്തെ പിണറായിയുടെ പ്രതികരണം എന്ന് പറയുന്നത്.